Dancing and sitting in the corner. So I don't want to do that. Right now, thanks a lot for giving me the opportunity. Okay, fine. Is college നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടാക്സ് പിന്നെ സ്പെഷ്യൽ ടാക്സ് അറിയില്ല. അത് ഇവരൊന്ന് വിശദീകരിക്കണമായിരിക്കും. ഈ വേർപ്പ് കൂട്ടി നടക്കുന്ന കുറെ പേര് ഇതിന്റെ പഠിക്കുമ്പോ നമ്മുടെ അനുസരിക്കാൻ ഒറ്റക്ക് പണി വെച്ചിട്ടാണ്. പണക്കത്തിന്റെ പർച്ചേസ് മാനേജർ രോഹിത് എവിടെ കാശ് കുറെ പേര് പിരിവിട്ട് അതിൽ ഇപ്പോഴും കാശ് തരാത്തവര് കുറെ പേര് പടക്കത്തിന്റെ പേര് പറഞ്ഞ ജൂനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. അവരുടെ നാല് ഗുണ്ട് മേടിക്കാൻ പറഞ്ഞുകൊണ്ട് രോഹിത് അവസാനം
4 മീറ്റർ പടക്കമായിട്ടുണ്ടോ? പടക്കക്കാരനായിട്ടുള്ള പബ്ലിക് റിലേഷൻ നമ്മുടെ ജിനും. പിന്നീട് ഈ പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഏതാണ്ട് 2 ആഴ്ച കഷ്ടപ്പെട്ട് ഒരാഴ്ച. ഇതിന്റെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മിസ്റ്റർ അജിയും മുനിയാണ്ടിയും ആണ്. അതെങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ഇവരൊരു ഒറ്റ ഉണ്ടായിട്ട് വന്നു. എന്നിട്ട് അന്ന് ഒരു ദിവസം ഒരു 2 ചുള്ളന്മാര് വന്നില്ലേ പാട്ട് പാടാൻ. അവര് വന്ന ദിവസമാണ് ആദ്യം പൊട്ടിക്കാൻ പോയത്. എന്നിട്ട് ഈ സാധനം കൊണ്ടായി നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ ബാക്കിൽ കത്തിച്ചു വെച്ച് അവന്മാരെ നല്ല കാര്യത്തിന് അത് പൊട്ടിയില്ല. കാരണത്തിന്റെ ചിലപ്പം കൊടുത്തതിന് ആ സാധനം കൊണ്ട് മൂല്യക്കാരന്റെ അവിടെ ഇട്ട് പൊട്ടില്ല. അന്നാണ് സത്യം പറഞ്ഞ ഇതിന്റെ ഐഡിയ ഡെവലപ്പ് ചെയ്തത്. എല്ലാവരും കൂടെ ഒന്ന് യൂണിറ്റ്. അതിനുശേഷം പടക്കം പിരിവിട്ട് മേടിച്ച് സാധനം ആദ്യം കൊണ്ടേ നമ്മുടെ ആ ചെയർകേസ് റൂമില്ലേ കോളേജിന്റെ അവിടെ ആ ചെയർകേസ് റൂമിൽ കൊണ്ടേ വെച്ച് സ്വാമിജി വന്ന ദിവസം പൊട്ടിക്കാൻ വേണ്ടി 7 മണിക്ക് കോളേജിൽ എത്താൻ വരെ 5:30 മണിക്ക് പടക്കം പൊട്ടിക്കാൻ വന്നു. എന്റെ മൊബൈലിൽ വെച്ചിട്ട് പറഞ്ഞ സംഭവം റെഡിയാണ്. പടക്കം കേട്ടിട്ടുണ്ടെങ്കിൽ സോറി എനിക്കൊരു വർഷമില്ലാതെ കണ്ടിട്ടുള്ളത്. സോറി എനിക്ക് ഒട്ടും വർഷമില്ല. സോറി മലയാളിയാണ് ഞാൻ. ശരിക്കും സുഹൃത്തെ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. രാവിലെ 5:30 മണിക്ക് അൻസൽ വന്ന് മുരളിച്ചേട്ടന്റെ അവിടെ നിന്ന് പുള്ളി മാത്രമല്ല മുഴുവണ്ടായിരുന്നല്ലേ. നിങ്ങളൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന അവിടെ കൊണ്ട് സാധനം സെറ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ അസംബ്ലി കഴിഞ്ഞ ശേഷം ഈ 2 മഹാമാരി വന്നിട്ട് കൊളത്തി സാധനം കൊളത്തി. പക്ഷെ 15 മിനിറ്റ് ടൈമിങ്ങാണ് കൊളത്തിയത്. 15 മിനിറ്റ്സ് എന്നുള്ളത് 1.5 hours ഞാൻ കിട്ടിയില്ല. ആ സമയത്ത് എബ്രാം സാറ് സേർട്ട് വയ്ക്കാൻ വേണ്ടി പറഞ്ഞ സാധനം കണ്ട് സാറഷാട് പറഞ്ഞില്ല നമ്മുടെ ഭാഗ്യത്തിന്. അപ്പോഴേക്ക് ഇന്റർവ്യൂ അന്ന് പുള്ളി പോയതിനു ശേഷം എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങളുടെയൊക്കെ ഇതനുസരിച്ചിട്ട് ഓഡിറ്റിംഗ് എക്സാം ഭയങ്കര ടഫാന്ന് പറഞ്ഞുകൊണ്ട് എഴുതാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് ലാസ്റ്റ് അന്ന് എനിക്ക് പറഞ്ഞില്ല. ഇവര് 2 പൊട്ടിച്ച ആൾക്കാർ പറയും. വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തു 7 മണിക്ക് എത്തി. ഞാനും അമ്മച്ചുകാരും അതിന് മുമ്പ് സംഭവം രാവിലെ ഞാനും ദിലീപും ഞാൻ ദിലീപും കൂടെ രാവിലെ തന്നെ രാവിലെ ദിലീപും ഞാൻ മോളിൽ കൊണ്ട് പടക്കം സെറ്റ് ചെയ്തു. തിരിച്ചിറങ്ങി വരുമ്പോഴാണ് പ്രൈസ് ചേച്ചിയെ കണ്ടത്. അതാണ് ചേച്ചി പിന്നെ മാമിനോട് പോയി പറഞ്ഞ് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങള് ദിലീപ് ലീവ് ലെറ്റർ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം പറഞ്ഞു കയറി സെറ്റ് ചെയ്തു. ഇതാ അപ്പം പൊളിക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവനും പ്രതിയും കൂടെ മുകളിലേക്ക് വരുന്ന വെള്ളം കുടിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ 7:35 ഞാനും ഇവനും കൂടെ മുകളിലേക്ക് പോയി. എനിക്ക് കറക്റ്റ് ടൈം അറിയാലോ. ½ an hour ചന്ദ്രത്തിരി കണ്ടു. അപ്പൊ ഞാനും നേരെ മുകളിലേക്ക് പോയി കത്തിച്ചു വെച്ചു. കറക്റ്റ് ഒരു ഇന്നും പൊട്ടിയിലേക്ക് ഇനി അടുത്ത കോളേജിൽ വന്നിട്ട് പൊട്ടിച്ചാൽ മതി. അത് പറഞ്ഞതും അവിടെ പടക്കം അവിടെ കിടന്ന് ബ്ലാസ്റ്റ് ആയിരുന്നു. അത് നമ്മുടെ സ്മിത മാഡത്തിന്റെ വീട്ടിൽ വീടുന്നൊക്കെ പറയണത് അതൊന്നും കാര്യം എനിക്കറിയില്ല. ഇവിടെ ക്രിസ്മസ് എക്സാമിന് പലർക്കും 2 അല്ലേ 2 ഭയങ്കര മാർക്ക് ഉണ്ടായിരുന്നു. സബ്ജക്ട്സ് ഭയങ്കര മാർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്നുള്ള പലർക്കും അറിയാൻ പാടില്ല. PVD വളരെ ഭയങ്കര കഠിന ശ്രമത്തിന് ശേഷം ഞാനും എബിയും മേഘനയും കൂടി ചേർന്ന് PVD ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി.
പിന്നെ വേറെ കുറച്ചു കൂടി ഇതേപോലെ അക്കൗണ്ട്സ് പേപ്പർ നോക്കാൻ വേണ്ടി പോയി. പക്ഷെ കിട്ടിയത് EDM-ന്റെ പേപ്പറായിരുന്നു. അതാരാണ് അതേപോലെ ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും പഠിച്ചില്ല. ഞാനൊക്കെ 8% എടുത്തിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് കിട്ടിയിട്ടും അത് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ മോഡൽ എക്സാം പക്ഷെ അതിന്റെ വർക്ക് വന്നപ്പോൾ ഞാൻ പൊട്ടി. ചെറിയ കഥ. പിന്നെ നമ്മുടെ കോളേജിൽ നേരത്തെ അറിയാലോ. എല്ലാം കൂടെ നമ്മുടെ ബാച്ചാണ്. അപ്പൊ വേറെ കാര്യം പറയണം. എല്ലാവരും തിരിച്ചു പോകാൻ പോകുമ്പോൾ എല്ലാവരും മെയിൽ ID ആരെങ്കിലും കളക്ട് ചെയ്യുക. പ്ലീസ് നമ്മുടെ ഫിലിപ്പിന്റെയൊക്കെ സീനിയർ ബാച്ചാണ്. അവരൊക്കെ കൂടെ ഒരു ചിന്മയ ഗ്രൂപ്പ്സ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഇതിന്റെ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിന്മയ ഇപ്പൊ നമ്മുടെ കോളേജിൽ തുടങ്ങിയിട്ട് അതൊരു 7 years ആയില്ലേ. അപ്പൊ Yogesh.